ഹലോ ഗൈസ്, കാളീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല മഴയാണ്, കണ്ടില്ലേ? നല്ല മഴയാണ്. നല്ലെന്ന് പറഞ്ഞാൽ നല്ല കാറ്റോടുള്ള മഴയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നതെന്ന് അറിയില്ല. പക്ഷേ നല്ല കാറ്റുള്ള മഴയാണ്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല മഴയാണ്. ആ മഴയുടെ ഫീല് നമ്മൾ മഴയത്ത് നിൽക്കുമ്പോൾ അപ്പം ചിലർക്ക് പനി പിടിക്കും. പനിയൊക്കെ പിടിച്ച് വലിയ വിഷയമൊക്കെ ആയി മാറും. പക്ഷേ അതൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ ഒരു ഫീൽ അറിയണമെങ്കിൽ ഒന്നുമില്ല. പിന്നെ പനി പിടിച്ചാലും കുഴപ്പമില്ലല്ലോ, ആവി പിടിച്ചാൽ മതി മാറാൻ. ചിലവർക്ക് മഴ കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ആരും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ മഴയാണ്, നല്ല കട്ടിക്ക് മഴയാണ്. അത് നിൽക്കാത്തൊരു മഴയാണ്. മുമ്പത്തൊട്ട് തുടങ്ങിയാണ്. ഒരു ബ്രേക്ക് വേണ്ടേ? എന്നാൽ നമ്മുടെ മഴ അങ്ങോട്ട് നിൽക്കുന്നില്ല. ഓരോരുത്തരും ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് പിടിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നേ. അപ്പോഴത്തേക്കും നല്ല കട്ടിക്ക് മഴയായി. അപ്പം ദൂരത്തൊക്കെ തലയിൽ കെട്ടി നിൽക്കുവാണ് എല്ലാവരും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ നിൽക്കുവാണ്. അപ്പം കണ്ടില്ലേ ഇവിടെയും മറ്റേ മരങ്ങളൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. മൊത്തത്തിൽ എല്ലാത്തിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് ഒരു ഗൈഡിന് വേണ്ടി മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. ഉണ്ട് ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് 2 പേര്. അവർക്ക് പോകാൻ പറ്റുന്നില്ല, നല്ല മഴയായപ്പോഴത്തേക്കും കണ്ണിലോട്ട് വരെ മഴ പെയ്യുന്നുണ്ട്. അപ്പം പോകാൻ പറ്റത്തില്ല അങ്ങോട്ട്. ആ ഒരു അവസ്ഥയിലെത്തി മഴയായി. അതുകൊണ്ട് പോയതാണ്, സ്പീഡിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പറ്റിയില്ല. അവർ ഓടി ഇങ്ങോട്ട് കയറുക മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ, ഒരാൾ കയറി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങിരിക്കുന്നവർക്കൊന്നും ഒന്നും അറിയണ്ട, ചുമ്മാ അവിടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും അറിയണ്ട. അവിടെ ഒരാളും കൂടെ കയറി വന്നു ഇങ്ങോട്ട്, കണ്ടില്ലേ? പക്ഷേ നമ്മുടെ ആശാനില്ല, മഴയാശാൻ അങ്ങോട്ട് നിൽക്കത്തില്ല. അവിടെ ഞാൻ നിൽക്കത്തില്ല, നീയൊക്കെ നനഞ്ഞിട്ടാ പനി പിടിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ മഴ ആശാൻ നിൽക്കുന്നേ ഇല്ല. നല്ല മഴയാണ്, നിൽക്കുന്നേ ഇല്ല. ഒരു ബ്രേക്ക് വേണ്ടേ? ഒരു ബ്രേക്ക് ഇല്ലാത്ത അങ്ങോട്ടൊരു നീണ്ട മഴയാണിത്. നിൽക്കുന്നേ ഇല്ല അങ്ങോട്ട്. ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുകയുണ്ട്, ഇപ്പം നിൽക്കും ഇപ്പം നിൽക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും അത് ഇരട്ടിയായിട്ടാണ് സ്പീഡ് കൂടുന്നത്. മുമ്പത്തെക്കാളും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതിപ്പം നിൽക്കുമോ നിൽക്കാതിരിക്കുമോ എന്നൊക്കെ. എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ വെള്ളമൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ടോ? അവർ വന്ന വെള്ളമൊക്കെ ഉണ്ടോ? നനഞ്ഞ് കിടക്കുന്നുണ്ടോ എല്ലാം വെള്ളമൊക്കെ? അത്രയ്ക്ക് മഴയാണ്, നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ കാറ്റും നല്ല കാറ്റെന്ന് വെച്ചാൽ വീശിക്കൊണ്ട് പോകുന്ന കാറ്റ്. നല്ല കാറ്റാണ്, വീശിക്കൊണ്ട് പോകുന്ന കാറ്റാണ്. ഇപ്പോൾ നിൽക്കത്തില്ല. കണ്ടോ ഇവിടെയൊക്കെ മഴയാണ്. പുറവശത്തൊക്കെ നമ്മളൊന്ന് വീട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടൊക്കെ വന്നത്, റിസ്ക് എടുത്ത് ഇങ്ങോട്ടൊക്കെ വന്നത്. കണ്ടോ വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. നല്ല കിടിലൻ മഴയാണ്, ചാറ്റൽ മഴയാണ്. എന്നാലും തലയിലൊക്കെ കൊള്ളുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കേട്ടോ, എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ചാറ്റൽ മഴയൊക്കെയാണ്. നമുക്ക് വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ഇരിക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ പറ്റത്തില്ല. വെള്ളമൊക്കെയാണ്, പിന്നെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഫോണും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീഡിയോയും ഫോണും പോയി എല്ലാം പോയി. അവിടെ തെറ്റിയ ഒരു അവസ്ഥ വരും. മൃഗത്തെ അക്ഷരം ഞാൻ ചേർക്കുന്നില്ല. അപ്പം കണ്ടില്ലേ നിങ്ങളുടെ ഈ ഒരു സൗന്ദര്യമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഈ ആറിൻ്റെ സൗന്ദര്യം, മഴയുടെ സൗന്ദര്യമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ടെങ്കിലും ഒന്ന് ആസ്വദിച്ചു എന്നൊന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് കണ്ട് ആസ്വദിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ആസ്വദിക്കുക. അത്ര എനിക്ക് പറയാറുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതൊക്കെ ആയി. അടുത്ത ഞാൻ ഇതുപോലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.